നമസ്കാരം. കൊല്ലം പത്തനാപുരത്ത് ക്ഷേത്രോത്സവത്തിനിടെ പോലീസ് വാഹനം ഇടിച്ചു തകർത്ത ശേഷം കടന്നുകളഞ്ഞ പ്രതി സജീവിനെ പിടികൂടി. തമിഴ്നാട്ടിൽ നിന്ന് പോലീസ് അതിസാഹസികമായാണ് ഇയാളെ പിടികൂടിയത്. തെങ്കാശിയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. കൊല്ലം പത്തനാപുരം പിടവൂരിൽ വെച്ചാണ് ഇയാൾ സ്വന്തം ജീപ്പ് ഉപയോഗിച്ച് പോലീസ് വാഹനം ഇടിച്ചു തകർക്കുകയും പോലീസ് ഉദ്യോഗസ്ഥരെ പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. പത്തനാപുരത്ത് വലിയ ഭീതി സൃഷ്ടിച്ചതിനു ശേഷമാണ് ഇവിടെ നിന്നും ഇയാൾ കടന്നുകളഞ്ഞത്. പോലീസ് വാഹനത്തിൽ നിരവധി തവണ തന്റെ വാഹനം ഉപയോഗിച്ച് ഇടിച്ചു തകർക്കുന്ന ദൃശ്യങ്ങളടക്കം നേരത്തെ പുറത്തുവന്നിരുന്നു. വലിയ ഗുണ്ടാ നേതാവ് എന്നാണ് ഇയാൾ സ്വയം അവകാശപ്പെടുന്നത്. ഇങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്. പോലീസിലടക്കം ഇയാൾക്ക് ബന്ധമുണ്ട്. പോലീസുകാർക്ക് പോലും ഇയാളെ തൊടാൻ ഭയമാണെന്ന് നാട്ടുകാർ ആരോപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പോലീസ് ജീപ്പ് ഇടിച്ചു തകർത്ത സജീവന്റെ പുറകിൽ തന്നെ പോലീസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് തെങ്കാശിയിലെത്തി കയ്യോടെ പൊക്കിയത്. കേരള പോലീസിന് ശ്രമിച്ചാൽ എന്തും നടക്കുമെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ഈ സംഭവം. താടിയും മുടിയും മീശയും എല്ലാം വെട്ടിയ ശേഷമാണ് തെങ്കാശിയിലെ ഒരു ഉൾഗ്രാമത്തിലേക്ക് ഇയാൾ കടന്നു കളഞ്ഞത്. പ്രതി ഫോൺ പോലും ഉപയോഗിച്ചിരുന്നില്ല. മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തത് പോലീസിന് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. പത്തനാപുരം CI ബിജു ആർ, SI ഷാനവാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇതുമായി ബന്ധപ്പെട്ട് അവസാനം ട്രേസ് ചെയ്ത നമ്പറുകൾ, പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തുന്നത്. ഇന്ന് പുലർച്ചെ 3:30 ഇയാളെ വലയിലാക്കുന്നത്. ഇയാൾ തെങ്കാശിയിലെ ഉൾഗ്രാമത്തിലെ മാവിൻ തോട്ടത്തിനുള്ളിലെ ഒരു വീട്ടിൽ കിടക്കുകയായിരുന്നു. കിടക്കുന്ന കട്ടിലിനടിയിൽ കത്തിയടക്കം സൂക്ഷിച്ചിരുന്നു എന്ന് പോലീസ് പറയുന്നു. വാതിൽ ചവിട്ടിപ്പൊളിച്ച് പോലീസ് സംഘം ഇയാളുടെ വീടിനകത്ത് പുലർച്ചെ എത്തുകയായിരുന്നു. ഇവിടെ നിന്നും പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ പോലീസ് സംഘം സാഹസികമായി കീഴ്പ്പെടുത്തി. ഒരു മണ്ണ് മാഫിയ തലവൻ കൂടിയാണ് ഈ സജീവ്. പിടവൂരിൽ ക്ഷേത്രത്തിൽ വളർത്തുനായയുമായി എത്തിയ കേസ് അന്വേഷിക്കാനെത്തിയ പോലീസിന് നേരെയാണ് കഴിഞ്ഞ ദിവസം ഇയാൾ ആക്രമണം നടത്തിയത്. തിങ്കളാഴ്ച രാത്രി 12 മണിക്കാണ് പത്തനാപുരം പിടവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞത്തിന്റെ അന്നദാന കേന്ദ്രത്തിൽ നായയുമായി എത്തി സജീവ് അതിക്രമം കാട്ടിയത്. വളർത്തുനായയുമായി വന്ന് ഭീതി പരത്തുകയായിരുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കം പേടിച്ചുപോയി. തുടർന്ന് ക്ഷേത്ര ഉപദേശക സമിതി പത്തനാപുരം പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ പോലീസ് സജീവിനെ വീട്ടിലേക്ക് പറഞ്ഞുവിട്ടു. പിന്നീട് മടങ്ങി വന്നാണ് പ്രതി പോലീസിനെ ആക്രമിക്കുന്നത്. മണ്ണുമാഫിയ തലവനായ സജീവിനെതിരെ നിരവധി കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. നേരത്തെ ഈ മണ്ണ് പിടിക്കാൻ പോയ പോലീസ് വാഹനത്തിന് മുകളിലേക്ക് ടിപ്പറിൽ ഉണ്ടായിരുന്ന മണ്ണ് മുഴുവൻ തട്ടിയിട്ട് രക്ഷപ്പെട്ട് കടന്നു കളഞ്ഞ കേസിൽ കൂടി പ്രതിയാണ് സജീവ്. നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറയുന്നു. പ്രതിക്ക് മറ്റേതെങ്കിലും വിധത്തിൽ കേരളത്തിൽ നിന്നും തെങ്കാശിയിൽ നിന്നടക്കം സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നൊക്കെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ലഹരി കടിമയാണ് ഇയാളെന്നാണ് പോലീസ് പറയുന്നത്. ലഹരി വിൽപ്പനയടക്കം നടത്താറുണ്ടെന്നും പറയുന്നു. അതേസമയം കൈവിലങ്ങ് അണിയിച്ച് പോലീസ് സംഘം സജീവനുമായി നടന്നു വരുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ അവശ നിലയിലാണ് ഇയാളെ കാണാൻ കഴിയുന്നത്. പോലീസ് നന്നായി പെരുമാറിയിട്ടുണ്ട്, കണ്ടാൽ അറിയാം ഇയാളാണോ വലിയ ഗുണ്ട എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത്.